ഹലോ എവരിബഡി, ഞാൻ ഒർലാൻഡോയിൽ നിന്ന് രാജേഷ് മർക്കൂസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ലോക പ്രശസ്തമായ ഒർലാൻഡോയിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് ഹാരി പോട്ടർ എന്ന മൂവിയിലെ ഹോഗ് വാർട്സ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് കാണുന്നത്. ഇവിടെയായിട്ട് പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ കാണാം. സ്നോ ഫേക്കായിട്ട് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഹോഗ്സ് മെയ്ഡ് ഡയാഗൻ ആലി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഷോപ്പിനകത്തെല്ലാം, ഈ വിൻഡോയ്ക്കകത്തെല്ലാം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെളിയിൽ നിന്ന് ഒരു സ്റ്റിക്ക് ഉണ്ട്. വാണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കാണ്, മാജിക്കൽ സ്റ്റിക്കാണ്. ഇതുകൊണ്ട് അകത്തുള്ള സാധനങ്ങൾ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. മാജിക്ക് പോലെ ഈ സ്റ്റിക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് സാധനങ്ങൾ മൂവ് ചെയ്യും. ഇത് ബട്ടർ ബിയർ എന്ന് പറയുന്ന ഒരു ഡ്രിങ്കാണ്. ഇത് ആൽക്കഹോളിക് അല്ല, നല്ല തണുത്ത ഒരു ഡ്രിങ്കാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വിൻഡോയ്ക്കകത്തൂടെയുള്ള പലതരത്തിലുള്ള കാഴ്ചകൾ കാണാം. ഇത് ഗ്രീക്ക് മെത്തോളജിയിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെല്ലാം നമുക്ക് നടക്കാം. വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഓൾഡ് ഗ്രീക്കിലെ ലെജൻസിനെ പറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. പൊസീഡിയൻസ് ഫറി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത്. പൊസീഡിയൻ എന്ന് പറയുന്നത് കടലിൻ്റെ ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഗ്രീക്ക് മെത്തഡോളജിയിൽ. ഇത് ഗ്രീക്ക് തീമിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെയായിട്ട് കാണുന്നത്. ഗ്രീക്കുമായിട്ടുള്ള തീമായിട്ടുള്ള ഡിഷസ് നമുക്കവിടെ കിട്ടും. അവിടെയായിട്ട് വെളിയിലൊക്കെ ഇരുന്ന് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. വേൾഡ്സ് ബെസ്റ്റ് തീം പാർക്ക് റെസ്റ്റോറൻറ്റ്. പലയിടത്തായിട്ട് മനോഹരമായ ചെടികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൊസീഡിയൻസ് ഫറി അതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് വെള്ളച്ചാട്ടങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഫേസുകളും അവിടെ കാണുവാൻ സാധിക്കും നമുക്ക്. എവിടെയായിട്ട് ആരുടെയോ ഒരു കാല് പോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഈ ആൾക്കാരൊക്കെ കുങ്ഫു പാൻഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്. കുങ്ഫു പാൻഡയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ നിന്നൊരു പിക്ചർ എടുക്കുവാനായിട്ട് നിൽക്കുകയാണ്.
കുങ്ഫുവിൻ്റെ ഒരു പോസൊക്കെ അവരവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് ഇത്, സ്ലഷി. ഇത് എവിടെ പോയാലും നമുക്ക് റീഫിൽ ചെയ്യാം. ഇത് ജുറാസിക് പാർക്കിൻ്റെ ഒരു പാർട്ടിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ഇവിടെ പല തീം റൈഡുകളും അട്രാക്ഷൻസും ഒക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് പിക്ചറുകളൊക്കെ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അവിടെ ഇത് കാണുന്ന ഒരു റൈഡാണ്, ഒരു റോളർ കോസ്റ്റർ, ചെറിയ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് അവിടെ കാണുന്നത്. നമ്മൾ തിരിച്ച് ഹാരി പോട്ടർ വേൾഡിൻ്റെ ബ്രിഡ്ജിലേക്ക് വന്നു. ഈ വേൾഡ് ഓഫ് വിസാർഡ്സിൻ്റെ ഒരു ഓവർവ്യൂ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഐലൻഡ് ഓഫ് അഡ്വഞ്ചറിലെ ഒരു പാർട്ടാണ് ഹാരി പോട്ടറിൻ്റെ ഈ സ്ഥലം. ആൾക്കാരൊക്കെ വാൻസ് അല്ലെങ്കിൽ ആ മാജിക് സ്റ്റിക്ക് വെച്ച് ട്രൈ ചെയ്യാണ്. അകത്തെ സാധനങ്ങൾ മൂവ് ചെയ്യിക്കുന്നു ആ സ്റ്റിക്ക് വെച്ച്. കേക്കുകൾ, പലതരത്തിലുള്ള കേക്കുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ മനോഹരമായ ഒരു ഡ്രസ്സ് നമുക്കിവിടെ കാണാം. മനോഹരമായ മാജിക്കൽ പ്ലാന്റ്സുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ആയിട്ട് ബട്ടർ ബിയർ ഷോപ്പ് കാണാം. ഇത് മൂവബിൾ ആണ്. ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും.
ഹോഗ് വാട്ട്സ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് നമ്മളവിടെ കാണുന്നത്. ഇത് ഈ പാർക്കിൻ്റെ പല ലൊക്കേഷനിൽ പോകും. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് പോകുവാൻ സാധിക്കും. ഇത് ഹാരി പോട്ടറിനകത്ത് ഹാരിയും അവരുടെ ഫ്രണ്ട്സും പോകുന്ന അതിൻ്റെ ഒരു റിപ്ലിക്കയായിട്ടാണ് ഇതിവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായ ഒരു സ്റ്റാച്യു പണിത് വെച്ചിട്ടുണ്ട്. ബാക്കിലായിട്ട് ഒരു ഫയർ കാണാം. അത് ഫേക്കാണ്, റിയൽ ഫയർ അല്ല അത്. സൂസ് ലാൻഡിങ്ങിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ ഒരു ഓവർവ്യൂ കാഴ്ചകളാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. സൂസ് ലാൻഡിങ്. ഡോക്ടർ സൂസിൻ്റെ ബുക്സ് വളരെ ഫേമസ് ആണ്. ലോകം മൊത്തമുള്ള കുട്ടികളുടെയും അഡൽട്ട്സ് ഒക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് എഴുതിയിരിക്കുന്നത്. പുള്ളിയുടെ ബുക്കുകൾ, ഡോക്ടർ സൂസിൻ്റെ ബുക്കിൽ വളരെ ഹിഡൻ ആയിട്ടുള്ള പല പൊളിറ്റിക്കൽ മെസ്സേജസുകളും ഉണ്ട്. അന്നത്തെ കാലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ഡോക്ടർ സൂസ്. ഇവിടെയായിട്ട് നമ്മൾ കാണുന്നത് ഒരു സർക്കസ് ടൈപ്പിലുള്ള ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം പല ഷോകളുണ്ട്. പല സമയങ്ങളായിട്ട് സർക്കസുകൾ, അങ്ങനെ പല ഷോകൾ ഇൻസൈഡിലുണ്ട്. അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്തെ കാഴ്ചകൾ കാണിക്കാൻ സാധിക്കില്ല. ഇവിടെ ഒരു 3-4 ദിവസം വന്നാൽ മാത്രമേ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ശരിക്കും കാണുവാൻ സാധിക്കുകയുള്ളൂ. പലയിടത്തായിട്ട് റെസ്റ്റ് ഏരിയകളും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല കാഴ്ചകൾ, പലയിടത്തായിട്ട് വാട്ടർഫാൾസ് ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു മനുഷ്യൻ്റെ കാല് അവിടെ കാണാം. അപ്പുറത്തായിട്ടൊരു വലിയൊരു കയ്യ്. ആ കയ്യിൽ എന്തോ ശൂലം പോലൊരു സാധനം പിടിച്ചിരിക്കുന്നു. ഇത് പെർസി ജാക്സന്റെ പോപ്പുലറായിട്ടുള്ള മൂവീസിലും ബുക്സിലുമുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രീക്ക് മെത്തോളജിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത്. പല ഫേസുകളും അവിടെ ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിൽ നിന്നൊരു ഫേസിൽ നിന്ന് വായിൽ നിന്നും വെള്ളം വരുന്നു, വാട്ടർഫാൾസ്.
ഇവിടുത്തെ ഈ സ്റ്റോണുകളിലൊക്കെ നല്ല പല ഫേസുകൾ ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. നല്ല ആർക്കിടെക്ചറാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് ഐലൻഡ് ഓഫ് അഡ്വഞ്ചറിലെ ഒരു പാർട്ട് മാത്രമാണ്. ഇതിന് മുമ്പിലത്തെ വീഡിയോസ് കണ്ടില്ല എങ്കിൽ നിങ്ങൾ പോയി കാണുക. ഇനി മുന്നോട്ടും പുതിയ മറ്റുള്ള ഭാഗങ്ങളിലെ വീഡിയോസ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ റോളർ കോസ്റ്റർ ഇവിടെ നിന്നാൽ കാണാം. ദ ഹൾക്ക് എന്ന് പറയുന്ന റോളർ കോസ്റ്ററാണ് ഇവിടെ നിന്ന് കാണുന്നത്. കുട്ടികളൊക്കെ ഹാരി പോട്ടറിൻ്റെ ഡ്രസ്സ് ധരിച്ച് അതിലെ നടപ്പുണ്ട്. ഹാറ്റും ഹാരി പോട്ടറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചുകൊണ്ട് അതിലെ നടക്കുന്നുണ്ട്. ഇവിടെയായിട്ട് അറ്റ്ലസിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. യൂണിവേഴ്സിനെ ക്യാരി ചെയ്യുന്ന, ഷോൾഡർ ക്യാരി ചെയ്യുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഐലൻഡ് ഓഫ് അഡ്വഞ്ചറിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. See you next time.